I got a condo in Manhattan. Baby girl, what's happening? You and your ass invited, so gonna get to clapping. Go pop it for a plan, pop it for me. Turn around and drop it for a plan, drop it for me. Bye bye. ഇപ്പോൾ സമയം 7 മണി. ഞങ്ങൾ ഇവിടുന്ന് ചേച്ചിയുടെ ഫ്ലാറ്റിലായിരുന്നു. അതോ ഇരിക്കുന്നു. ഇനി ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങും. സത്യം, ഇത്രയും ഗതികെട്ടൊരു വ്ളോഗർ വേറെ കേരളത്തിലുണ്ടായിട്ടില്ല. എന്തൊരു വ്ളോഗറാണ് അത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും. ഇവിടുന്ന് ഇറങ്ങി നേരെ ഹൈദരാബാദ്. അറൗണ്ട് 11 hours ട്രാവലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളൊരു 100 meters കൂടുമ്പോഴത്തേക്കും 100 kilometers 100 kilometers കൂടുമ്പോഴത്തേക്കും ഒരു ബ്രേക്ക് എടുക്കാനാണ് പ്ലാൻ. സോ നമ്മളൊരു 6 breaks ആണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതൽ പോവും. ഹായ്, നല്ല രസമുണ്ടല്ലോ, കുറേ കിളി. ഇതൊക്കെ നൈസ് വീടുകളാണ്. പക്ഷേ നല്ല രസമാണ് കാണാൻ. ഇന്ധനം ഫില്ല് ചെയ്യാൻ വന്നു ഗൈസ്. ഇന്ധനമില്ല. ഞങ്ങളൊരു ടീ ബ്രേക്ക് എടുത്തു. 100 kilometers കഴിഞ്ഞു. ഞങ്ങൾ ആന്ധ്ര കർണാടക ബോർഡർ. ഒരച്ഛൻ മകനെ നോക്കുന്ന പോലെ. ഞങ്ങളുടെ ചായ എത്തി. ബ്ലാക്ക് ടീ. ഇത് ബ്ലാക്ക് ടീ അല്ലേ? ശരി. ഇവിടുത്തെ ബ്ലാക്ക് ടീ ഇങ്ങനെയാണ് ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യൂ. എന്നാലും ഇതെന്താ ഒരു രസത്തിന്റെ പോലെ ഇരിക്കുന്നത്? രസമാണോ ഇനി ഇരിക്കാൻ? ആണോ? ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കഴിക്കുന്നു, കുളിക്കുന്നു, അതിരിക്കുന്നു. ബൈ. മഴ പെയ്യുന്നു. സോ നമ്മൾ റെയിൻകോട്ട് ഇടാന്ന് വിചാരിച്ചു. എന്തോ സംഭവം നമ്മൾ നിർത്താൻ പറഞ്ഞു. ഹായ്. Thank you. I was also telling her that we are going to... Yeah, sure. We also support. I was also telling her to race that car and they are also keeping up with us. Oh, Balaclava turning. Yearly, at least once I travel into Bangalore from my location. Dependent on somewhere. Hardly it takes 7 hours. 10 hours. We'll catch you up. Thank you for exactly 21 kilometers. Bye. Okay, the thing is, നമ്മൾ വരുന്നതിൻ്റെ വഴി അവരെ കണ്ടു. ആൻഡ് അവരെ നമ്മൾ നിർത്തിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ബോക്സ് ഗ്രേപ്സ് തന്നു. നല്ല മനുഷ്യൻ, നല്ല രീതിയിൽ സംസാരിച്ചു. ഞങ്ങൾക്കൊരു കോഫിയൊക്കെ മേടിച്ചു തന്നു. കൊള്ളാം. എനിക്ക് ഈ പരിപാടി ഇഷ്ടപ്പെടുന്നുണ്ട്. വ്ളോഗിങ്. നമ്മുടെ ID ഒക്കെ മേടിച്ചു. ഇൻസ്റ്റാഗ്രാം ID, യൂട്യൂബ് ID എല്ലാം മേടിച്ചു. ആൻഡ് യാ, ഇനി ഇവിടുന്ന് ഇറങ്ങി നമ്മൾ പോവുകയാണ്. ഫുഡ് കഴിക്കണം. രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ. ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും നല്ല ഹോട്ടലോ എന്തെങ്കിലും സെറ്റപ്പ് കാണുകയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ കയറണം. ആൻഡ് അവരും ഇറങ്ങാൻ പോണു, നമ്മളും ഇറങ്ങാൻ പോണു. ഗൈസ്, എനിക്ക് ബട്ടർഫ്ലൈ അറ്റാക്ക് കിട്ടി.
ഈ പോയ ബട്ടർഫ്ലൈ ഇവിടെ കൊണ്ടില്ല. ഒരു പാവം തക്കുടോ ബട്ടർഫ്ലൈ. പക്ഷെ റോട്ടിൽ വിശദത്തിൽ വന്നേ തോന്നുന്നു. അതെ അതെ, ദേ കൊറേ ഉണ്ടായിരുന്നു. ദേ കണ്ടോ, ഇവിടെ ഉണ്ട്. ഞാനെന്നല്ലേ, ഞാനിങ്ങനെ വൈസറൊക്കെ തുറന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു. പെട്ടെന്ന് ഏതാ അപ്രതീക്ഷിതമായി വിളിക്കാത്തൊരു അതിഥി, ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നങ്ങ് കേറി. ഓ 221 kilometers more to cover, nearly 3 hours. 3 hours? 3 hours 40 minutes remaining. അയ്യോ, ഇതിനകത്ത് എൻ്റെ മുഖം കാണുന്നില്ലല്ലോ, ഇവിടെ പറയണ്ടേ? ആ, ഞാനീ ഭംഗിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുക, എന്ത് രസമാണ് കാണാൻ. എനിക്ക് പോയാൽ മതി. ഞാൻ ഇവിടുത്തെ വിഷ്വൽസ് കുറച്ച് കാണിച്ചു തരാം. ബിഗ് ബ്ലോക്ക് ഗൈസ്. എനിക്കൊന്ന് ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നല്ല ആംബുലൻസ് സ്റ്റക്കാണ്. ഏതാ സ്ഥലം? ആ, ഹൈദരാബാദിൽ നിന്ന് 70 kilometers. That's all. ചായ കുടിക്കാൻ വേണ്ടി ഒതുക്കി. ചായ കുടിക്കാൻ ഇവിടെ ഒരു ടീ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ കട്ടൻ കിട്ടി ഗൈസ്. അപ്പുകാരെ വിളിച്ച് കത്തി അടിക്കും. കൊള്ളാം. രാവിലെ മേടിച്ച് വന്ന് രസച്ചായയും കാട്ടി കൊള്ളാം. നല്ല കട്ടൻ. ആയി, ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഞാൻ കൊള്ളാം, രസമുണ്ട്. ഹായ് ബായ്. ഹായ്. അവിടെത്താ ചോദിച്ചത്? ഓക്കെ, എവിടുന്ന് വരുന്ന എത്ര ദിവസമായി തുടങ്ങി? ഹിന്ദി അറിയാത്തതിൻ്റെ ഓരോരോ പണിയാണ്. ഓക്കെ, പോവാം. ഞങ്ങളൊരു Airbnb ആണിന്ന് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോയിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ ഹൈദരാബാദ് സിറ്റി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാനാണ് പ്ലാൻ. ഞങ്ങൾ ഹൈദരാബാദ് എത്തിയല്ലോ. വി ഹാവ് റീച്ച്ഡ് ഹൈദരാബാദ്. ഇത് കൊള്ളാം സംഭവം. വി ഹാവ് റീച്ച്ഡ് ഹൈദരാബാദ്. ഭയങ്കര തിരക്കാട്ടോ, റഷോടെ റഷ്. നല്ല ടയേർഡാണ്. ഞാൻ അപ്പുക്ക ഇവിടെ പറഞ്ഞു വിട്ടു. അപ്പുക്ക പോയി മേടിച്ചിട്ട് വരാം, ചായ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പുക്ക പോയിരിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നു. ഞാനിവിടെ പോസ്റ്റ് ഉള്ളത് ഡഫി നിലൂപ്പറിലാണ്. സോ ഫസ്റ്റ് നമ്മൾ എടുക്കണം. ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള തിരക്കാണ്. അങ്ങനെ ചായ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓ ഗൈസ്, നിലൂഫറിൻ ചായയും പിന്നെ ഒരു ബണ്ണും, ക്രീം ബൺ. ഓ എൻ്റെ പിന്നെ എന്ത് ടേസ്റ്റ്! ചുമ്മാതാണ് അവിടെ ഇത്രയും ജനസാഗരം. നല്ല കാപ്പിയും ചായയും കുടിച്ച് കണ്ടതാണ്. എൻ്റെ ഇവിടുത്തെ അങ്കിളിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്കിള് സൂപ്പറായിട്ട് നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്കിള് കാരണം ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കും. അങ്കിളിന് ടാറ്റയൊക്കെ പറഞ്ഞു. റോഡ് സൈഡിൽ സോഫ കണ്ടുവാ. ഞങ്ങൾക്ക് സ്റ്റേ ഒന്നും സെറ്റായില്ല. സോ നമ്മൾ രാമോജിറ ഫിലിം സിറ്റി പോകാനാണ് പ്ലാൻ നാളെ. അപ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷൻ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് പോവാം. ലൈക്ക് ആ ഒരു ദിശയിലേക്ക് പോകുമ്പം ഏതെങ്കിലും നല്ല ഹോട്ടൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ, നമ്മുടെ ബൈക്കൊക്കെ സേഫായിട്ട് വെക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ഹോട്ടൽ കാണുകയാണെങ്കിൽ അവിടെ വെക്കാം. അവിടെ സ്റ്റേ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചു.
പോകേണ്ടത്, പക്ഷേ അവിടെ ഉത്സവം അല്ലോ. എന്തെന്നറിയാതെ ഹൈദരാബാദ് തെരുവ് വീതികളിലൂടെ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കാതെ കാര്യം പറയട്ടെ, തെരുവ് വീതികളിലൂടെ തേര പര നടക്കുന്നു. കിട്ടി ഗൈസ്, സക്സസ്. അതും കൂടെ എടുത്താലോ? അതും കൂടെ എടുക്ക്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇരിക്കുന്നു നമ്മുടെ ലഗേജസ്. ബൈക്ക് പുറത്താണ് പാർക്ക് ചെയ്യാൻ പോയി. ഇന്നത്തെ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അതെനിക്ക് തോന്നുന്നു ആ മറ്റേ നമ്മൾ ഗല്ലി സെറ്റപ്പിനകത്തൊന്ന് കയറിയപ്പോഴാണ് അങ്ങനെ ആയിപ്പോയത്. ആകെ ടയർഡായി ലിറ്ററലി അതാണ് അഭിഞ്ഞു. പോരാത്തന്നെ റെയിൻ കോട്ടും. എന്നിട്ട് മഴയുണ്ടോ? അതുമില്ല. എന്നാൽ റെയിൻ കോട്ട് ഊരി വെക്കാം. അങ്ങനെ ഞങ്ങൾ പെട്ടുപോയി. ബ്യൂട്ടിഫുൾ. ഓക്കെ, ഫോഴ്ത്തായോ? ഹായ്. നമ്മുടെ ബോക്സാണ്, പാനിയർ ബോക്സ് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റൈഡിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, ഇനി ഞങ്ങൾ ഉറങ്ങാം. റൂമെത്തി നാളെ ഹൈദരാബാദ് വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത വ്ലോഗിൽ വരുന്നതായിരിക്കും.